ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കടച്ചക്ക വെച്ച് നല്ലൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കടച്ചക്ക ഇതുപോലെ തൊലി ചെത്തി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് കടച്ചക്ക മെഴുക്ക് പുരട്ടി. ഇതൊന്ന് നമ്മൾ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വളരെ ചെറിയതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അരിയുമ്പം വെള്ളത്തിലോട്ട് വേണം അരിയാൻ. ഒരു 2 പ്രാവശ്യം കഴുകി എടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ തോരന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്കകത്ത് ഒരു 10 കാന്താരിമുളക്, ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു നുള്ളും മഞ്ഞളും കൂടി ഇട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് അരപ്പൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ കടച്ചക്കയും കൂടി ഇട്ടിട്ട് വേവിപ്പിച്ചെടുക്കാം. ആദ്യം ഞാൻ അരപ്പരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഒരു സ്പൂണ്, വലിയ സ്പൂണാണ് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇത്തിരി കടുക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി ഇത്തിരി മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി നോക്കിക്കാം. അപ്പോൾ അരപ്പ് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കിയതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ഇത്തിരി ഒഴിച്ചാൽ മതിയാകും. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാകും. ഇല്ലെങ്കിൽ നമ്മുടെ കടച്ചക്ക അങ്ങ് വെന്ത് വരുമ്പോഴത്തേനും കുഴഞ്ഞു പോകും. അപ്പം നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. അപ്പം നിങ്ങളുടെ കണക്കിനൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർക്കണം. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലിഡ് വെച്ച് മൂടി വേവിപ്പിക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് കടച്ചക്ക വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ നമ്മളൊന്ന് എടുത്ത് ചെക്ക് ചെയ്താൽ മതി. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വയ്ക്കാം. അപ്പം നമുക്ക് നോക്കാം. കടച്ചക്കയൊക്കെ നല്ല വെന്ത് കറക്റ്റായിട്ട് ഇരിക്കുവാണ്. ഒരുപാട് നമ്മൾ ഇളക്കി കുഴച്ച് കളയാതെ ഇരുന്നാൽ മതി. നമുക്ക് നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ കടച്ചക്ക തോരൻ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല തോരൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.